ഹലോ ഗൈസ്, നാളാണ് പാട്ടിന് ബിരിയാണിൻ്റെ ഇന്നാണ് ബിരിയാണിൻ്റെ പാട്ട് ഗൈസ്. നമ്മൾ പോവേണേ ഫാത്തിമാണ്. അപ്പം നമ്മളെല്ലാവരും കൂടി മിച്ചുവിന് പാട്ടുണ്ട്. നമ്മൾ പാട്ട് ഇനി നമുക്ക് പാട്ട് കാണാമേ. മിച്ചുവിൻ്റെ പാട്ട്. ഞാനും മിച്ചു കൊച്ചുമ്മയും കൂടി നേരത്തെ എത്തണം എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷേ ഇറങ്ങി വന്നപ്പോൾ നല്ല ലേറ്റായി എന്ന് പറയാൻ പറ്റില്ല. പിള്ളേരൊക്കെ പാട്ട് പാടിയൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ഫർസാനയുടെ പാട്ടായിരുന്നു. ഇങ്ങനെ ഫർസാന നന്നായിട്ടൊക്കെ പാട്ടൊക്കെ പാടി. അത് കഴിഞ്ഞ് ഫാത്തിരതായിരുന്നു. ഫാത്തിരെ നല്ലോണം പാടി. ഫാത്തി ആദ്യം ഞാൻ ഒന്നും പഠിച്ചില്ല, പാടൂല, അറിയാമെന്നുള്ളവരെ പാടുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഫാത്തി നല്ലോണം പാടി. അതിന് ഫാത്തിക്ക് ഫസ്റ്റും ഉണ്ടായിരുന്നു. സൽമാനും ഉണ്ടായിരുന്നു പാട്ടിന്. സൽമാനും അത്യാവശ്യം നല്ലോണം പാടി. കേട്ടുകൊണ്ടിരുന്നത് മിച്ചുവിൻ്റെ സംഘഗാനമാണ്. സംഘഗാനത്തിന് മിച്ചുവിന് ഒന്നും അറിഞ്ഞുകൂടാ. മിച്ചു എന്തൊക്കെയോ പാടി ഒപ്പിച്ചതാണ്. മിച്ചു എങ്ങനെ ഉസ്താദാണ് പഠിപ്പിച്ചു കൊടുത്തതെന്നാണ് പറഞ്ഞത്. എന്താണ് മിച്ചു ഉദ്ദേശിച്ച് പാടിയതെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷേ നല്ല കോൺഫിഡൻസ് ആയിട്ട് സ്റ്റേജിൽ കയറി നിന്ന് പാടി. ഇതാണ് മിച്ചുവിൻ്റെ ഫ്രണ്ട്സ്. പിന്നെ ഉച്ചയ്ക്ക് ലോഹർ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദും എല്ലാവരും പോയപ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് ഫുഡുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പം ഫുഡിനല്ല, ഇങ്ങനെ അടുത്ത പരിപാടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നപ്പം മിച്ചും എല്ലാവരും കൂടി ഭയങ്കര ഇതാണ് ഈ 3 പേരാണ് ആ മദ്രസയിലെ ഏറ്റവും വലിയ ഗുണ്ടകൾ. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുട്ടികളെ ഇരുത്തി ഫുഡൊക്കെ കൊടുത്തു. കാറ്റേ കാറ്റേ പൂങ്കാറ്റേ മുട്ടുനബിയുടെ പേരുണ്ട്, മുട്ടുനബിയുടെ പേരാണ് മുട്ടുമുഹമ്മദ് സല്ലല്ലാഹു. കിളിയേ കിളിയേ പങ്കിളിയേ മുട്ട് റസൂലിൻ നാടേത്, മുട്ട് റസൂലിൻ നാടാണ് മക്ക എന്ന ദർഗശം. തുമ്പിട്ടു തട്ടേ തട്ടേ പൊണ്ടട്ട് നബിയുടെ ഒപ്പനം പേരുണ്ട്, നബിയുടെ ഒപ്പനം പേരാണ് അബ്ദുള്ള നാമം. തുമ്പി തുമ്പി പൂത്തുമ്പി നബിയുടെ ഉമ്മനം പേരുണ്ട്, നബിയുടെ ഉമ്മനം പേരാണ് ആമിനൊരു പൂണ. കുയിലേ കുയിലേ പൂങ്കുയിലേ സത്യരസൂലിൻ വഫാത്തുണ്ട്, സത്യരസൂലിൻ വഫാത്തുണ്ട് മദീനത്ത്. അസ്സലാമു അലൈക്കും. പാട്ട് മറന്നുവെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ പാടി ഒപ്പിച്ച്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുത്ത് മുടി വെട്ടാൻ വേണ്ടിയിട്ട് മിച്ചുവിനെ കൊണ്ടുവന്നു. കാരണം നമുക്ക് ഞായറാഴ്ച ഒരു കല്യാണമുണ്ട്. അപ്പം മുടിയൊക്കെ വെട്ടി സുന്ദരനായിട്ട് പോകാം. എന്തായാലും ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ ആ ചേട്ടൻ വെട്ടിത്തന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ വെട്ടിത്തന്ന് നല്ല സുന്ദരനാവുകയും ചെയ്തു. മുടി വെട്ടുന്ന കടയുടെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഈ നമ്മൾ പഞ്ചറൊക്കെ ഒട്ടിക്കുന്ന ഒരു കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ടുപോയി മിച്ചുവിന് ബോളൊക്കെ റെഡിയാക്കി കൊടുത്ത് എന്നിട്ട് രാത്രി നമ്മൾ ലൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങി. കുറച്ച് ഭാഗത്തെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ആ ഇട്ടിരുന്നതൊക്കെ ഒന്ന് കാണാം, എല്ലാവരെയും പിള്ളേരെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ലൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നല്ല ഒരു അതായത് എല്ലായിടത്തും ഇട്ടിട്ടില്ല, എന്നാലും അവിടെ ഇവിടെ പള്ളികളുടെ സൈഡിലായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. രാവിലെ ഉറക്കത്തിൽ നിന്ന്, അതായത് ഒരു 6:45 ആയപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് റെഡിയായി നിൽക്കുന്നത് അടുത്ത ഘോഷയാത്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും മിച്ചു നല്ല ഹാപ്പി ആയിട്ട് എണീച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് കരയുമായിരിക്കും രാവിലെ, ഇത്ര രാവിലെയൊക്കെ എണീക്കുമ്പം.
പക്ഷേ നല്ല ഹാപ്പി ആയിട്ടൊക്കെ നിന്ന് പോകണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ നല്ല അടിപൊളിയായിട്ടൊക്കെ നിന്ന് ഒരുങ്ങി റെഡി. അവർക്ക് യൂണിഫോമാണ്, ബ്ലാക്ക് പാൻറ്റും വൈറ്റ് ഷർട്ടുമാണ്. പെൺകുട്ടികൾക്ക് ബ്ലാക്ക് ഫർദയും വൈറ്റ് ഹിജാബുമാണ്. എന്നിട്ട് നമ്മൾ മുകളിലോട്ട് കയറിയപ്പോൾ അവരൊക്കെ ഒരുങ്ങി റെഡിയായി. ഉസ്താദ് ഓരോരുത്തരെ ഇങ്ങനെ ലൈൻ തിരിച്ച് ഇങ്ങനെ എല്ലാം റെഡിയാക്കി പോവാൻ ഇനി കുറച്ച് സമയത്തിൻ്റെ ബാക്കിയുള്ളൂ. എല്ലാവരും റെഡിയായി നിൽപ്പുണ്ട്. പറഞ്ഞാൽ നമ്മളൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കൊടിയൊക്കെ പിടിച്ചായിരുന്നു നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നല്ല റോസാപ്പൂവും ഒക്കെ പിടിച്ച് നല്ല സൂപ്പറായിരുന്നു കേട്ടോ കാണാൻ. കാരണം എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ഒരേ ഡ്രസ്സിൽ. നമ്മളൊന്നും പഠിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, യൂണിഫോമോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് തോന്നിയ പാടെ നമ്മളങ്ങ് പോകും, ഒരു കവറൊക്കെ തൂക്കി ഒരു കൊടിയൊക്കെ വെച്ച് അങ്ങനെ. പക്ഷേ ഇപ്പോൾ എല്ലാവരും നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് തന്നെ. നമുക്കൊരു അടിപൊളി ഒരു ഫീല് തോന്നണല്ലേ പൂവൊക്കെ വെച്ച്. സത്യം പറഞ്ഞാൽ വേറുള്ള മദ്രസകളിൽ നിന്ന് പിള്ളേർ വന്നപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ മദ്രസയിൽ നിന്ന് പോയത് തന്നെ. കാരണം നല്ല ഒരേപോലെ നല്ല യൂണിഫോമൊക്കെ ഇട്ട് നല്ല കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ നല്ലതായിട്ട് തന്നെ പോയി. അവരങ്ങോട്ട് മുകളിലോട്ട് പോയപ്പോഴത്തേക്കും അടുത്ത് മുകളിലെ പള്ളിയിൽ നിന്ന്, ചിറ്റൂർ പള്ളിയിൽ നിന്ന് അടുത്ത് വലിയ ഘോഷയാത്ര വന്ന് അവിടെ ഇഷ്ടംപോലെ പിള്ളേരുണ്ടായിരുന്നു. നമ്മുടെ ഇത് ഒരു ചെറിയൊരു തയ്ക്കാണ്, അതുകൊണ്ട് കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ സമയം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ നിന്ന് പോയ ആൾക്കാരും വന്ന് പോയ ആ ഒരു ഊർജ്ജമൊന്നും തിരിച്ചു വരുമ്പോൾ ഇല്ല. കാരണം നടന്നാണല്ലോ പോണത്. മാത്രമല്ല ഇവരുടെ ഇതിൽ ചെറിയ മിച്ചുവിൻ്റെ പ്രായമുള്ള കൊച്ചു കുട്ടികളാണ് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. അപ്പം തിരിച്ച് അവർ വന്നിട്ടുണ്ട്. അടുത്ത പിള്ളേരൊക്കെ വന്ന ശേഷം മദ്രസയിൽ ഇന്നലെ നടന്ന പരിപാടിയിൽ പ്രൈസ് കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഫർസൂനും ഫാത്തിക്കയൊക്കെ പ്രൈസ് ഉണ്ടായിരുന്നു. മിച്ചുവിന് മത്സരമായിരുന്നില്ല, മിച്ചു UKG ആണല്ലോ, അത് കാരണം മത്സരമല്ല. എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും പ്രൈസ് കൊടുക്കും. അപ്പോൾ ഫർസൂനും ഫാത്തിക്കയ്ക്ക് 1, 2 സെക്കൻഡും ഫസ്റ്റും തേർഡും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞത് മിച്ചുവിൻ്റെ ഏജിലുള്ള പിള്ളേരാണ് തള്ളിയിടിച്ച് അങ്ങോട്ട് പോകണുണ്ടല്ലോ. മിച്ചുവിന് കിട്ടിയത് ഈ ഒരു സാധനമാണ്, ഒരു കുഞ്ഞ് ബൗള്. പക്ഷേ നല്ലതായിരുന്നു, കാരണം മിച്ചുവിന് ആദ്യമായിട്ട് കിട്ടിയ ഗിഫ്റ്റല്ലേ. പിന്നെ ഫർസൂന് ഫുൾ A+ വാങ്ങിച്ചതിനും കിട്ടി.